CPIM-ന് 2-ൽ നിന്ന് 1-ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം, CPI-ക്ക് 2-ൽ നിന്ന് 1-ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യം. ഇങ്ങനെ മഹാഗഡ്ബന്ധൻ ഒന്നടങ്കം തകർന്നടിയുമ്പോൾ മറുഭാഗത്ത് BJP-യും JDU-വും LJP-യും വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ബീഹാറിന്റെ റിയൽ ഹീറോ എന്ന ചോദ്യത്തിന് ഉത്തരമായി നിതീഷ് കുമാർ മാറുന്ന സാഹചര്യമാണ് ബീഹാറിൽ നിന്നും വരുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരിച്ചുവരവ് JDU നടത്തുന്നു. അവരുടെ യഥാർത്ഥ ശക്തി എന്ത് എന്നത് കാണിച്ചു കൊടുക്കുന്നു. 43 സീറ്റിലാണ് 2020-ൽ JDU ജയിച്ചിരുന്നതെങ്കിൽ അത് 75-ലേക്ക് ഉയർത്താൻ JDU-നെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 75 ഏതാണ്ട് ഇരട്ടിയോളം സീറ്റിലേക്ക് അവർ ഉയരുന്നു. 74 സീറ്റിലുണ്ടായിരുന്ന BJP-യും നില മെച്ചപ്പെടുത്തുകയാണ്. 87 സീറ്റിൽ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഏറ്റവും അടിപതറിയിരിക്കുന്നത് കോൺഗ്രസിന് എന്ന് തന്നെ പറയാം. 19 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 6-ലേക്ക് നിലംപരിശായിരിക്കുന്നു. അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വെറും 10%-ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമാണുള്ളത്. 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിനാണ് ഈ അവസ്ഥ എന്ന് ഓർക്കണം. 6 സീറ്റിലേക്ക് അവരുടെ ലീഡ് നില ചുരുങ്ങുകയാണ്. CPI-ML 5 സീറ്റിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതിൽ പിന്നിലേക്ക് കോൺഗ്രസ് പോകുമോ ബീഹാറിൽ എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ആകെ 49-ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അതിൽ പകുതി കൂടുതൽ സീറ്റ് LJP-ക്കുണ്ട്. മേഖലയിലടക്കം ഒവൈസിയുടെ മുന്നണിക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. 2020-ൽ 5 ഇടങ്ങളിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അത് 3-ലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണക്കുകൾ കഥ പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുന്നത് JDU ആണ്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ പോകുന്നത് BJP-യോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. കാരണം BJP-യുടെ ഇപ്പോഴത്തെ അംഗബലം എന്നത് 87-ആയി ഉയരുന്നു. കഴിഞ്ഞ തവണ അത് 74 ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരേ ഒരു സീറ്റിന് മുന്നിലായി RJD 2020-ൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമ്പോൾ 74 സീറ്റുമായി തൊട്ടു പിന്നിലായിരുന്നു BJP. ഇത്തവണ അത് മാറ്റുന്നു. BJP 87-ലേക്ക് എത്തി നിൽക്കുന്നു. അതേസമയം JDU ആകട്ടെ 2020-ൽ 115 സീറ്റുകളിൽ ആണ് മാറ്റുരച്ചത്. അവിടെ 43 സീറ്റുകളിലേക്ക് JDU ചുരുങ്ങിപ്പോയെങ്കിൽ അതിന് കാരണമായിരുന്നത് LJP കൂടിയായിരുന്നു. ചിരാഗ് പാസ്വാന്റെ പാർട്ടി മുന്നണിക്ക് പുറത്തു നിന്നുകൊണ്ട് NDA-ക്കെതിരെ മത്സരിച്ചു. അവിടെ BJP-ക്കെതിരെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല. വളരെ കൃത്യമായി JDU-വിന് എതിരെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ചിരാഗ് പാസ്വാൻ ആ വോട്ടുകൾ ചോർത്തിയെടുത്തതോടെയായിരുന്നു 43 സീറ്റുകളിലേക്ക് JDU ചുരുങ്ങിപ്പോയത്. അവിടെയാണ് ഇത്തവണ ചിരാഗ് പാസ്വാനെ ഒപ്പം നിർത്തി ചിരാഗ് പാസ്വാന്റെ വോട്ടുകൾ കൂടി JDU സ്വന്തം അക്കൗണ്ടിലാക്കിയത്. അങ്ങനെയാണ് 43-ൽ നിന്ന് ഇപ്പോൾ 75-ലേക്ക് സീറ്റ് നില ഉയർത്താൻ JDU-വിന് സാധിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരത്തിൽ വലിയ വീറും വാശിയും ഉണ്ടായിരുന്നുവെങ്കിലും കേവലം ഒരേ ഒരു സീറ്റുകൾ മാത്രമാണ് LJP വിജയിച്ചിരുന്നത്. JDU-വിന്റെ സീറ്റ് നില കുറയ്ക്കാൻ സാധിച്ചു എന്നതായിരുന്നു LJP-യുടെ നേട്ടമെങ്കിൽ ഇത്തവണ അങ്ങനെയില്ല. LJP അധികാരത്തിലേറാൻ പോകുന്ന മുന്നണിയുടെ ഭാഗമാകുന്നു. അടുത്ത സർക്കാരിൽ, നിതീഷ് കുമാർ സർക്കാരിൽ എത്ര LJP മന്ത്രിമാർ ഉണ്ടാകും, ചിരാഗ് പാസ്വാൻ എത്ര മന്ത്രിസ്ഥാനം എന്നതായിരിക്കും വരും മണിക്കൂറുകളിൽ ചർച്ചയായി മാറാൻ പോകുന്നത്. HAM ഇപ്പോൾ 4 സീറ്റുകൾ എന്നത് 5-ആക്കി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020-ൽ 4 സീറ്റുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 5 സീറ്റ് എന്ന നിലയിലേക്ക്, അതായത് രേണുക ഒരു ഭാഗത്തെ NDA സഖ്യത്തെ വിലയിരുത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും, ആവർത്തിച്ചു പറയുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഒരു സീറ്റിന്റെയും നഷ്ടമുണ്ടായിട്ടില്ല. മിനിമം ഒരു സീറ്റെങ്കിലും അധികം ലഭിക്കുന്നു. HAM-ന് പോലും ഒരു സീറ്റ് അധികം ലഭിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. മറുഭാഗത്താകട്ടെ എല്ലാ പാർട്ടിക്കും നഷ്ടം. 20 വർഷത്തെ ഭരണ തുടർച്ചയിൽ നിതീഷിനോട് ജനങ്ങൾക്ക് അകൽച്ചയില്ല. ഭരണവിരുദ്ധ വികാരം ബീഹാറിലില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇതിൽ സ്ത്രീകളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൂടി നമ്മൾ നോക്കിക്കാണണം. അത് വലിയ രീതിയിൽ പ്രതികരണം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗിലേക്ക് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് മാറിയ സാഹചര്യം അതിൻ്റെതാണ്. കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്യാനെത്തി. ആ സ്ത്രീകളെല്ലാം വോട്ട് ചെയ്തത് നിതീഷിനും നിതീഷിന്റെ പാർട്ടിക്കും വേണ്ടിയാണ് എന്ന് കൂടി വരികയാണ്. ആ സഖ്യത്തിനാണ് ആ സ്ത്രീകളുടെ വോട്ട് എന്ന് വരികയാണ്. ഇത് മാറ്റത്തിനുള്ള വോട്ട് എന്നതായിരുന്നു തേജസ്വി യാദവ് പറഞ്ഞിരുന്നതെങ്കിൽ, മഹാസഖ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് മാറ്റത്തിനുള്ളതല്ല, തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ബീഹാർ ചെലുത്തിയത്. അവരുടെ കൈകളിൽ പുരണ്ട മഷി തുടർച്ചയുടെ മഷിയായിരുന്നു എന്ന് ബീഹാർ തെളിയിക്കുന്നു.